ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു പോളോ TSI GT-യുമായിട്ടാണ്. 1 ലിറ്റർ GT ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇത് നമ്മളെ കൊല്ലം ഷോറൂമിലെ 3ാമത്തെ വീഡിയോ ആണ്. ഫോക്കസ് മോട്ടോഴ്സ് കൊല്ലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ വെഹിക്കിൾ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. പോളോ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഒരുപാട് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിളും കൂടെയാണ്. നമ്മൾ തൊട്ട് പുറകിലുണ്ട്. ഒരുപാട് വർക്ക് എടുത്ത വെഹിക്കിളാണ്. ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് നല്ല രീതിക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു കിടിലം വെഹിക്കിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദിസ് ഈസ് അവർ പോളോ. നല്ലൊരു റെഡ് കളറിലാണ് വെഹിക്കിൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വർക്കും നല്ലൊരു സ്പോർട്ടി ലുക്കിലോട്ടൊക്കെ മാറ്റിയ ഒരു വെഹിക്കിളും കൂടെയാണ്. ഫ്രണ്ട് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലാക്ക് ഫിനിഷിലോട് കൊടുത്തിട്ടുള്ള ഒരു ലോഗം കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഹണികോം സ്ട്രക്ചർ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഗ്രില്ലും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എയർഡാം പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹണികോമിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെ നല്ലൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ലിപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹലോജൻ ബൾബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കാണാം. പിന്നെ ഇവിടെ ഒരു എയർഡാം പോർഷൻസ്, അതായത് ഈ ഭാഗത്ത് ഫേക്ക് എയർവെന്റ് ആണ്, ജസ്റ്റ് ഒരു ഡിസൈൻ എലമെന്റ് ആണ്. ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ പ്രസന്റ് ആണ്. അപ്പോൾ ബോണറ്റിലോട്ട് മസ്കുലർ പറയാനൊന്നുമില്ല, പക്ഷേ ചെറിയൊരു തോതിൽ ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ GT എന്നുള്ളൊരു ബാഡ്ജിങ് ഫ്രണ്ടിൽ കാണാം. ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ലിപ്പിൻ്റെ ഒക്കെ ഒരു എൻഡിങ് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു സ്പോർട്ടി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നുണ്ടോ. 2.4 മീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസും കാര്യങ്ങളും വരുന്നത്. അലോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 ഇഞ്ചിൻ്റെ ടയർ ആൻഡ് അലോയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റും 195 ആണ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടയർ സൈസ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഡ്രം ബ്രേക്കാണ്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. അതിൻ്റെ കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് റെഡ് കളറാക്കിയിരിക്കുന്നത്. പിന്നെ മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോർട്ടി മിററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തോട്ട് ഇതിൻ്റെ ഈ സ്കേർട്ടിങ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം. TSI എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാം. പിന്നെ ബാക്ക് പ്രൊഫൈലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോക്കർ ലൈനാണ്, ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്ലാസ് ആണ്, സ്പോയിലറും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഉള്ളിലോട്ട് അതിൻ്റെ ലാമ്പ് കാണാം, വൈപ്പേഴ്സ്, ടൈൽ ലാമ്പൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിക്ക് വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ബാക്കിലൊക്കെ വരുന്ന ടൈൽ ലാമ്പിൻ്റെ കാര്യങ്ങൾ നല്ല ഭംഗിയുണ്ട്. ഒരു T ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇതിൽ വാൾട്രോണിക് ഇല്ല, പക്ഷേ ചെറിയ നല്ല രീതിക്ക് എക്സോസ്റ്റ് പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിഫ്യൂസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സ്പോർട്ടി ഡിഫ്യൂസറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്, സെൻസേഴ്സ് ഉണ്ട്. ബാക്കിലൊക്കെ ആ ഒരു സ്പോർട്ടിനെസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് നല്ല രീതിക്ക് ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. ഇപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇതുണ്ടല്ലോ, ഈ ലോഗൊന്ന് പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഒരു 280 ലിറ്റേഴ്സോളം ബൂട്ട് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഇതിൻ്റെ സീറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ എഞ്ചിൻ വേ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ എഞ്ചിൻ വേ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര സുഖമാട്ടോ. ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പും കാര്യങ്ങളും വരുന്നുണ്ട്, കണ്ടില്ലേ. അതിൻ്റെ എഞ്ചിൻ വേ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു പെട്രോൾ എഞ്ചിനാണ്, വെൽ പാക്ഡ് ആണ്. എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വെഹിക്കിൾ തന്നെയാണ്. ഇൻസുലേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം. ഈ ഡോർ പാഡിലോട്ട് വരുമ്പോൾ ഒരു ലോക്ക് ആൻഡ് അൺലോക്കും അതുപോലെ തന്നെ 4 ഡോർ വിൻഡോ കൺട്രോൾസിൻ്റെ സംഭവമാണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക് വിൻഡോ കൺട്രോൾസ് ആണ് കേട്ടോ. ഒരു ഓഡി സ്റ്റൈൽസിൽ നമ്മൾ വോക്സ്വാഗൺ എല്ലാ വെഹിക്കിളിലും കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ. നമ്മുടെ GT TSI എന്നുള്ളൊരു പ്ലേറ്റിങ്ങും കാര്യം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തത്. മ്യൂട്ടിൻ്റെ കൺട്രോൾസ്, അതായത് മീഡിയ കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് മീറ്ററിൻ്റെ കൺട്രോൾസ് ആണ്, ഇതിൽ കിലോമീറ്റർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഹോണെസ്റ്റ് കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ടൈപ്പ് ഹോണാണ്. പിന്നെ ഇവിടെ മാനുവലായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ചെയ്യുന്ന ഒരു കൺട്രോൾ വരുന്നുണ്ട്, ഇലക്ട്രിക്കലല്ല. പിന്നെ ജർമ്മൻ കാറിൻ്റെ ആ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, ഇവിടെയാണ് ലൈറ്റ്സും കാര്യങ്ങളും വരുന്നത്. ഈ ഭാഗത്തോട്ട് അതിൻ്റെ വൈപ്പേഴ്സും കാര്യങ്ങളും ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഒരു അനലോഗ് മീറ്ററാണ്, ഒരു ഡിജിറ്റൽ ചെറിയ സ്ക്രീനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ കൺട്രോൾസ് വരുന്നത് കേട്ടോ. ടൈം മാറ്റാനും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ AC വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു അലുമിനിയത്തിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ കൺട്രോൾസ്. ഇതൊക്കെ ഡമ്മി ബട്ടൺസ് ആണ്, ഇത് ഹസാർഡ് കൺട്രോൾസ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരുന്ന ആ ഒരു ഡിഫോഗറിലെ സംഭവമാണ്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾസ്. പിന്നെ ഒരു ആൻഡ്രോയിഡിൻ്റെ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ക്രീൻ ഇവിടെ ചെയ്തതാണ്. ആൻഡ്രോയിഡിൻ്റെ സ്ക്രീനും കാര്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തോട്ട് ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് ആണ് വരുന്നത്. ഇവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഗീർണോപ്പൊക്കെ കണ്ടില്ല, ഒരു അലുമിനിയം ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ടേ ഒരു ബ്രൗൺ ഫിനിഷൊക്കെ തോന്നുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഫ്രണ്ട് കൂളിംഗ് അടിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു കളർ ഈ ഒരു സംഭവത്തിൽ വരുന്നത്. ഇവിടെ GTൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ ക്ലോ ബോക്സ് വരുന്നത്. ഇവിടെയൊക്കെ ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോർ പാഡിലോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, ചെറിയൊരു ആംറസ്റ്റ്. ഇവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്രയുള്ള ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, സൺറൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെഹിക്കിളാണ്. പിന്നെ ലൈറ്റ്സിൻ്റെ കൺട്രോൾസും
കുഴപ്പമില്ല, അത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത്. ഈ സീറ്റ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തൊരു സീറ്റാണ്. കുറച്ച് ബ്രൗൺ കളറിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്, ഇലക്ട്രിക്കലി കൺട്രോൾസും കാര്യങ്ങളൊന്നും അല്ല. ബാക്ക് സൈഡിലോട്ട് കൂടുതൽ കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാല്ല. എല്ലാവരും ഓട്ടോമാറ്റിക് വിൻഡോ കൺട്രോൾസും ആണ്. ചെറിയൊരു ഗ്ലാസ് ഏരിയ ആണ് കൊടുക്കുന്നത്, ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ മറ്റേ നമ്മളെ പുറത്തുനിന്നുണ്ട ഡിസൈനില്ലേ. പിന്നെ ആംറസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇവിടെ AC കണ്ടൊന്നുമില്ല. പിന്നെ ഇത് ഒരുപാട് ഫീച്ചർ ലോഡർ വെഹിക്കിൾ അല്ല, പക്ഷെ എന്നാലും ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് സെൻറ്റർ ടണൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ് കൊടുക്കുന്നത്. ഈ റൂം കുഴപ്പമില്ല, ഇരുന്നാൽ പോകാം. തൈ സപ്പോർട്ട് ചെറിയൊരു രീതിക്കുള്ള തൈ സപ്പോർട്ടും കാര്യങ്ങളുള്ളൂ. പിന്നെ ഹെഡ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കുറവാണ്. ബമ്പ് ചാടിയാൽ ഓവറായിട്ട് ചാടിയാൽ ഇപ്പോൾ തട്ടുന്നതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ തോതിൽ ഒരു സ്പോർട്ടി ഹാഷ് ബാക്ക് തന്നെയാണ് വെഹിക്കിൾ വരുന്നത്. ഇതാണ് ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ, കുഴപ്പമില്ല. സോ നമ്മൾ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അതിന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. പിന്നെ അത് ഗിയർ ബോക്സ് കണ്ടില്ലേ, ഇവിടെ ഒരു റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവും അതുപോലെ തന്നെ ഒരു സ്പോർട്ട് മോഡും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. സ്പോർട്ട് മോഡിലിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മാനുവലായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ആദ്യം ഡ്രൈവ് ചെയ്യാം, പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്യാം. വണ്ടി നല്ല പുള്ളിങ് കേട്ടോ, കണ്ടോ, പെട്ടെന്ന് നല്ല മൂവ്മെൻ്റ് ആണ് കണ്ടോ. സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വാണിംഗ് ആണ്. നമ്മൾ വീണ്ടും സീറ്റ് ബെൽറ്റ് ഇട്ട് വീണ്ടും ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ അത് ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 110 bhp, 75 Nm ടോർക്കുമാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യണത്. ഇപ്പോൾ ആ ഒരു 1 ലിറ്റർ പെട്രോൾ ആണ് എന്ന് കരുതിയിട്ട് നമ്മൾ മറ്റ് വണ്ടീനെ കമ്പയർ ചെയ്യണ പോലെ അത് കമ്പയർ ചെയ്യരുത്. ആക്സിലേറ്റർ കൊടുത്ത വേറെ ലെവലാണ്. ഭയങ്കര ഇനീഷ്യലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാഗും ഇല്ലാതെ കയറി പോകുന്ന സംഭവമാണ്. മറ്റ് വെഹിക്കിളിൻ്റെ 1 ലിറ്റർ എഞ്ചിനാണെന്ന് കരുതി ആരും ഇതിനെ ആ ഒരു രീതിക്ക് കാണരുത്. ഇത് 6 സ്പീഡിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. നല്ല രീതിക്ക് ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ, ചെറിയ ഹാഷ് ബാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഹാൻഡിലിംഗ് ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കുറവാണ്. പിന്നെ ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിച്ചു പോകണം, പ്രത്യേകിച്ച് ഈ ഒരു കേരള റോഡും കൂടെ ആയതുകൊണ്ട്. സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. ഡ്രൈവിംഗ് കംഫർട്ട് പോരാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഇനീഷ്യൽ ക്രൂസിങ് എന്നുകൊണ്ട് എത്ര പെട്ടെന്ന് ആ വണ്ടി കയറി പോകാറ്. ലൈറ്റ് വെയിറ്റും എന്താ പവർ. GT കൂടിയാണ്, ഗ്രാൻഡ് ടൂറിസമാണ്. സ്പോർട്ട് മോഡിലിട്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സ്പോർട്ട് മോഡ് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഒരുപാട് വെഹിക്കിളും കാര്യം വരുന്നുണ്ട്. സ്പോർട്ട് മോഡ് പറയുന്നുണ്ടെങ്കിൽ കാല് കൊടുത്താൽ മതി, ഒറ്റ കൈ കൊണ്ട് തന്നെ ഹാൻഡിലിങ് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കണ്ടില്ലേ, ആ ഒരു ഉള്ളിലോട്ട് എൻജിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ആൾക്കാർ നോക്കുകയും ചെയ്യും, നല്ല രീതിക്ക് വർക്ക് എടുത്തൊരു വണ്ടിയും കൂടി ആയതുകൊണ്ട് തന്നെ. ഈ മാനുവൽ മോഡിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തട്ടിയ മാനുവൽ മോഡായി. കണ്ടോ, അവിടെ 4 വന്നു. നമുക്ക് മാനുവൽ മോഡായിട്ട് യൂസ് ചെയ്യാം. പാഡൽ ഷിഫ്റ്റർ അല്ല വരുന്നത്, നമുക്കവിടെ ലിവർ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഡ്രൈവിംഗ് പവർ ആസ്വദിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ് നമ്മൾ പോളോ GT. ഏത് രീതിയിലോട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരുപാട് ഫാൻ ബേസുള്ള വെഹിക്കിളാണ്. നല്ല രീതിക്ക് വർക്ക് എടുത്താൽ തന്നെ വെഹിക്കിൾ ഒരു വേറെ ലെവലിലോട്ട് മാറും. ഇത് 1 ലിറ്റർ ആയതുകൊണ്ടും ആ ഒരു പവർ ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല രീതിക്ക് തന്നെ ഡ്രൈവിങ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു വെഹിക്കിൾ തന്നെയാണ്. നമുക്ക് പോളോന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് 2021 മോഡലാണ്, 2021 മോഡൽ. ഏകദേശം 45,000 കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വെഹിക്കിൾ ആണ് കേട്ടോ. നല്ല GT, പോളോ GT TSI ആണ്, അറിയാലോ, നല്ല പവർഫുൾ വെഹിക്കിൾ ആണ്. പിന്നെ നല്ല രീതിക്ക് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. വാൾട്രോണിക് ഇല്ല എന്നുള്ളൊരു സംഭവം തന്നെ ഉള്ളൂ. ബാക്കി നല്ല രീതിക്ക് വർക്ക് എടുത്തൊരു വെഹിക്കിളാണ്. ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 11,90,000 രൂപയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് പ്രീമിയം കാർസിനും നോർമൽ കാർസിനും സെയിൽസിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.